ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാൻ സാധ്യതയുള്ള 20 ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീസൺ 7ൻ്റെതായിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പ്രിഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ ആണ് ഇത്. ഇതിൽ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമേ പറയുന്നുള്ളൂ. ആക്ടേഴ്സും അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിന്നും സീസൺ 7ലേക്ക് വരുന്ന ആളുകളെ വേറൊരു ലിസ്റ്റാക്കി നാളെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. മോഡലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടുള്ള മറിയം ജോർജ് എന്ന പേരാണ് ആദ്യം തന്നെ പറയുന്നത്. അധികം ആരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരൊന്നുമല്ല. സീസൺ 7ൽ കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഷോയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചേക്കാവുന്ന ഒരു വ്യക്തിയാണ്. മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും കോള് പോയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതൊന്ന്. ഇതിൽ നമ്മൾ പറയുന്ന ഒട്ടുമിക്ക ആളുകളും കോള് പോയിട്ടുള്ള ആളുകൾ തന്നെയാണ്. രണ്ടാമത്തെ പേരാണ് റെന ഫാത്തിമ. അഗെയിൻ മോഡൽ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. ആദ്യം പറഞ്ഞ പോലെ തന്നെ സീസൺ 7ൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആളാണ് റെന ഫാത്തിമ. മൂന്നാമത്തെ പേര് അമൃത നായർ, ഫാഷൻ ഡിസൈനർ ആണ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. നാലാമത്തെ പേര് ശ്രീമിന എം, റിച്ചൂസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലെ പുള്ളിക്കാരിയാണ്. കോമഡി, വൈൻ വീഡിയോസ് അതേപോലെ വ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. മുമ്പ് പറഞ്ഞ 3 പേരുകൾ പോലെ തന്നെ സീസൺ 7ൽ ഏറെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത പേര്, അതായത് 5ാമത്തെ പേര് ജാസിൽ ജാസി, LGBTQ റെപ്രസെന്റേഷൻ ആണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതൊന്നും കൂടാതെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റ് വീഡിയോയിലും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ സീസൺ 7ൽ ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാസിൽ ജാസി. ആറാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ പേരാണ്. ഡാൻസറാണ്, മോഡലാണ്. കഴിഞ്ഞ സീസണിലും പറഞ്ഞു കേട്ടൊരു പേരാണ്. ഈ സീസണിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്. പേര് ആതിര കളരി എന്നാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിന്റെ പേര്. 7ാമത്തെ പേര് ഫൗസിയ റഷീദ്, സിംഗറാണ്, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. 8ാമത്തെ പേര് അരുണിമ സുനിൽകുമാർ, ബ്യൂട്ടി വ്ളോഗറാണ്. 9ാമത്തെ പേര് ഐഷ മാർക്കറോസ്, ഐസൂട്ടി എന്നാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാ ഹാൻഡിൽ. പ്രോ ഫെമിനിസ്റ്റ് ആണ്. പല സാമൂഹിക വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. സീസൺ 7ലേക്ക് ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. 10ാമത്തെ പേരൊരു ലെസ്ബിയൻ കപ്പിളാണ്. 2 പേരും സീസൺ 7ൽ വരാനായിട്ട് സാധ്യതയുണ്ട്, ആദില ആൻഡ് നൂറ. 11ാമത്തെ പേര് കുഞ്ചൻ പാണ്ടിക്കാട്, യൂട്യൂബറാണ്. പ്രണവ കൊച്ചു ആണ് 12ാമത്തെ പേര്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 13ാമത്തെ പേര് ദിൽസിൽ എം ഇക്ബാൽ, ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആകാശ് അഖിലേഷ് ആണ് 14ാമത്തെ വ്യക്തി, ബിസിനസ്മാൻ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. 15ാമത്തേത് റോഹൻ ലോണ, സോഷ്യൽ മീഡിയ വീഡിയോ ജോക്കിയാണ്. അതേപോലെ തന്നെ ഇന്റർവ്യൂവർ ആണ്. ഒരുപാട് ബിഗ് ബോസ് താരങ്ങളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 16ാമത്തെ പേര് അൽ വാഫ് എന്ന് പറയുന്ന ഒരു ഹാൻഡിലുള്ള ഒരു വ്യക്തിയാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. 17ാമത്തെ അരുൺ നായർ, ബിസിനസ്സുകാരനായിട്ടുള്ള അരുൺ നായർ. 19 സുജിൻ, മല്ലു ഫാമിലി യൂട്യൂബ് ചാനലിലെ സുജിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ 20ാമതായിട്ടും അവസാനമായിട്ടും ഞാൻ പറയാൻ പോകുന്നത് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ പേരാണ് ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ, കോഴിക്കോട്. സീസൺ 7ൽ ഞാൻ നോക്കിക്കാണുന്ന മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. 20 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരുകളാണ് പറഞ്ഞത്. നാളെ തന്നെ ഇതിന്റെ ഒരു തുടർച്ച എന്ന പോലെ എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്നുമുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സീരിയല്, സിനിമ, അതിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ്. അപ്പം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.